Hello friends, and നമുക്ക് CTE Common Table Expression എന്താണെന്ന് നോക്കാം. CTE എന്ന് വെച്ചാൽ Common Table Expression ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ടെമ്പററി റിസൾട്ട് സെറ്റ് തന്നെയാണ്. ഇപ്പം ഡിറൈവ് ടേബിളിൽ നമ്മൾ നോക്കി ഇന്നർ ക്വറി നമുക്ക് ഡിറൈവ് ടേബിളിൽ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ നമുക്ക് പറ്റി. അതായത് ടെമ്പററി റിസൾട്ട് സെറ്റ് ആണ്. അതേമാതിരിയുള്ള ഒരു റിസൾട്ട് സെറ്റ് തന്നെയാണ് CTE എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ CTEയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിത്ത് ക്ലോസ് വെച്ചിട്ടാണ് നമ്മൾ CTE ഡിക്ലെയർ ചെയ്യുക. ഇതിന്റെ സിന്റാക്സ് എങ്ങനെയാണ്? അതായത് വിത്ത് CTEയുടെ നെയിം പറയും, പിന്നെ ഇതിന്റെ കോളംസ് ഏതൊക്കെയാണ് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. ആസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നർ ക്വറി ഇവിടെ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് ഈ CTE വെച്ചിട്ട് കോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളും കൺട്രി എന്ന് പറഞ്ഞ ടേബിളിലും ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ എന്ന ടേബിളിൽ കൺട്രി 1 എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഇന്ത്യ മൂന്ന് കസ്റ്റമർ നമ്മൾ ഇന്ത്യ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് UK-യും ഒന്ന് USA-യും ആണ്. ഓക്കെ, ഒരു കൺട്രി ഐ ഡി നള്ളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിറൈവ് ടേബിൾ നമ്മൾ നോക്കിയാൽ മാതിരി കൺട്രി ഐ ഡിയും അതിൻ്റെ കൗണ്ടും കിട്ടണം. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് CTE എന്ന് എഴുതി നോക്കാം. അപ്പോൾ ജസ്റ്റ് ആദ്യം നമ്മൾ കൺട്രി ഐ ഡിയും കസ്റ്റമർ എന്ന ടേബിളിലുള്ള കൺട്രി ഐ ഡിയും പിന്നെ ആ കൺട്രി എത്ര വട്ടം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓരോ കസ്റ്റമർ ആ കൺട്രി വെച്ചിട്ട് എത്ര വട്ടം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കൗണ്ട്. ഓക്കെ, ക്വറി സെലക്ട് ഫ്രം കസ്റ്റമർ. കൺട്രി ഐ ഡി ഇവിടെ എന്താ നോക്കും നമ്മൾ കൗണ്ട് സ്റ്റാറോ കൺട്രി ഐ ഡി എന്താ കൊടുക്കാം. കൗണ്ട് സ്റ്റാർ ആസ് കൗണ്ട് CNT ഓർമ്മ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഗ്രൂപ്പ് ബൈ കൺട്രി. അപ്പൊ നമുക്കതില് കണ്ടോ, കൺട്രി ഐ ഡി നണ്ണുള്ള ഒരു റെക്കോർഡ് ഉണ്ട്, കൺട്രി ഐ ഡി 1 ഉള്ള 3 റെക്കോർഡ് ഉണ്ട്. ജസ്റ്റ് നോക്കാം. കൺട്രി ഐ ഡി നള്ളുള്ള ഒരു റെക്കോർഡ് ഉണ്ട്, കൺട്രി ഐ ഡി 1 ഉള്ള 1, 2, 3 റെക്കോർഡ് ഉണ്ട്. 2ഉം 3ഉം ഓരോ കൗണ്ട് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് ശരിയാണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു CTEയിലേക്ക് ആക്കാം. അപ്പൊ നമുക്ക് എന്തോ നോക്കാൻ പറ്റുന്നുണ്ട്, വിത്ത് CTE. കോളൊന്നും പറയാനില്ല വെച്ചാൽ CTE പറഞ്ഞാൽ മതി. ആസ് റൺസ് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ CTE എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റും. സെലക്ട് സ്റ്റാർ ഫ്രം CTE. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, സെയിം റിസൾട്ട്. ഓക്കെ, നമുക്ക് കോളം വെച്ച് പറയണം, ചോദിക്കുന്നത് പറയാം. കണ്ടോ, ഇനി നമുക്കിതിൽ ഫിൽട്ടർ ചെയ്യണം വെച്ചാൽ എനിക്ക് കൗണ്ട് ഒന്നിൽ കൂടുതൽ കൗണ്ടുള്ളത് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, 1 എന്ന് പറഞ്ഞ കൺട്രി ഐ ഡി, അതായത് 3 റെക്കോർഡുള്ള കൺട്രി ഐ ഡി മാത്രം കിട്ടിയാൽ മതി. വെച്ചാൽ CNT ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൺട്രി ഐ ഡി 1 ഉള്ള റെക്കോർഡ് മാത്രമേ കിട്ടൂ. 1. ഓക്കെ, ഈ CTE എനിക്ക് ജോയിൻ ചെയ്യണം. നമുക്ക് കൺട്രിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് കൺട്രിയുടെ നെയിമും കൂടെ നമുക്ക് കിട്ടണം. നമുക്കെന്ന് പറയാൻ നോക്കാം, കൂടെ ജോയിൻ കൺട്രി ഓൺ CTE dot country ID is equal to country dot country ID. അതായത് നമുക്ക് കിട്ടിയ ഈ CTEയുടെ CTEയും
കൺട്രി നമ്മൾ ജോയിൻ ചെയ്യിച്ചു. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ 2 കോളംസ് CTയിലുള്ളതാണ്. നെക്സ്റ്റ് 2 കോളം നമുക്ക് വരുന്നത് കൺട്രി എന്ന് പറഞ്ഞ ടേബിളിലാണ്. കൺട്രി ഐ ഡി നമുക്ക് എങ്ങനെ വേണ്ടി വെച്ചാൽ കൺട്രി ഐ ഡി, പിന്നെ നമ്മുടെ കൺട്രി എന്ന് പറഞ്ഞ ടേബിളിലുള്ള നെയിം, പിന്നെ അതിൻ്റെ കൗണ്ട്, അങ്ങനെ നമുക്ക് വേണ്ടി വെച്ചാൽ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. CTE ഡോട്ട് കൺട്രി ഐ ഡി നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കൺട്രിയിലുള്ള നെയിം, കൺട്രി ഡോട്ട് CTE ഡോട്ട് CNT കൗണ്ട്. എക്സിക്യൂട്ട് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ CTE തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്ക് കൺട്രി ഐ ഡി ഇന്ത്യ ഉള്ളതിന്റെ കൗണ്ട് കിട്ടണം, ഈ ഇന്ത്യ അല്ലാത്ത എല്ലാ കൺട്രിയുടെയും കൂടി കൗണ്ട് കിട്ടണം. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഇതേമാതിരി പറഞ്ഞു. വിത്ത് നമ്മുടെ CTE എന്താ വെച്ചാൽ ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേറെ കൺട്രി ഐ ഡി നമുക്ക് ഉടനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. വേറെ കൺട്രി ഐ ഡി ഈസ് ഈക്വൽ ടു 1 അല്ല, എക്സിക്യൂട്ട് ചെയ്ത കൺട്രി ഇന്ത്യ മാത്രമേ കിട്ടുക. എനിക്ക് തൊട്ടപ്പുറം തന്നെ നമുക്ക് ഇന്ത്യ അല്ലാത്ത എല്ലാത്തിലും കിട്ടും. അപ്പോൾ നമുക്ക് കോമൺ ഇട്ടിട്ട് ഇതേമാതിരി ഇതേ സ്റ്റേറ്റ്മെന്റ് കോപ്പി ചെയ്യാം. നോട്ട് ഈക്വൽ ടു 1 ഉള്ള കൺട്രിയുടെ ഒക്കെ ഇന്ത്യ അല്ലാത്ത എത്ര കൺട്രികളുണ്ട്, 2, 3, അതായത് UK USA. ഓക്കെ, ഈ 2 CTEയും കൂടി നമുക്ക് ഇപ്പോൾ കണ്ടോ, ഇതൊരു CTE ആണ്. കോമൺ ഇട്ടിട്ട് നമ്മൾ സെക്കൻഡ് മറ്റൊരു CTEയും കൂടി നമ്മളിതിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ സെലക്ട് സ്റ്റേറ്റ്മെന്റ് വരാൻ പറ്റും. സെലക്ട് സ്റ്റാഫ് CTE ഇന്ത്യ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളിതിനെ യൂണിയൻ ചെയ്യണം. യൂണിയൻ CTE നോട്ട് ഇന്ത്യ. ഓക്കെ, അതായത് ഫസ്റ്റത്തെ CTE വെച്ചിട്ടുള്ള ഡാറ്റ ഏതായാലും CTE ഇന്ത്യയിൽ വരും. രണ്ടാമത്തെ CTE നോട്ട് ഇൻ ഇന്ത്യ CTE രണ്ടാമത്തെ CTE വരും. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുള്ളൊരു റിസൾട്ട് ആവും നമുക്ക് കിട്ടുക. കണ്ടോ, കൺട്രി ID 1 ഡാറ്റ വന്നു, കൺട്രി 2 3 ഡാറ്റ വന്നു. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ CTEയും നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഇനി സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഇതിന് നമ്മൾ ഈ ഡിക്ലെയർ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ CTE വിളിക്കണം, അല്ലെങ്കിൽ ഇതിന് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അതായത് ഇപ്പൊ നമ്മൾ ഇത് ജോയിൻ വെച്ചിട്ട് വിളിക്കുമ്പോൾ ഡാറ്റ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിനു മുന്നേ ഞാൻ വെറുതെ ഒരു സെലക്ട് കുറി കൊടുത്തു, സെലക്ട് 1. ഓക്കെ, ഇനി ഞാൻ ഈ കുറി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ, സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഈ വിത്തിന്റെ ക്ലോസ് പാരാൻസ് ക്ലോസ് ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ CTE വിളിക്കണം. ഓക്കെ.